എല്ലാം ബ്രാൻഡഡ് ഷോപ്പുകളാണ്, നമ്മുടെ സിറ്റി സെൻ്ററൊക്കെ പോലെ. അർമേനിയക്കാരുടെ ഒരു നാഷണൽ ഹീറോ ആയിരുന്നു ഈ ഒരു സസുന്ദി ഡേവിഡ് എന്ന് പറയുന്ന ആൾ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്രയാണ്. പക്ഷെ ഇപ്പോൾ ഒന്നും വർക്ക് ചെയ്യുന്നില്ല, എല്ലാം തകർന്ന് കിടക്കുകയാണ്. പവർ ഹൗസ് ആയിരുന്നിരിക്കണം. കുറേ സമയം കൊണ്ട് ഇതാ ഈ ഒരു റിവർ, ഈ ഒരു നദി നമ്മുടെ സൈഡിൽ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഇത് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ എത്രയോ ഫാക്ടറികളാണ് റെയിൽവേയുടെ സൈഡിൽ മാത്രം പൂട്ടിയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്താണ്, ഇപ്പോൾ 7:30 ഏകദേശം 5.5 മണിക്കൂറിൽ എത്രയോ ബിൽഡിങ്ങുകൾ ഇങ്ങനെ വെറുതെ കിടന്ന് നശിച്ചു പോകുന്ന നമ്മളിപ്പോൾ കണ്ടു. അങ്ങനെ ജിനോസൈഡ് മ്യൂസിയത്തിലെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. സീരീസിലെ അവസാനത്തെ വീഡിയോ ആണ്. അപ്പോൾ ഈ അർമേനിയൻ സീരീസിലെ അവസാനത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ജനോസൈഡ് മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങണം. ട്രെയിനിൽ നമുക്ക് സ്നാക്സ് ഒന്നും കിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് സ്നാക്സ് ഒക്കെ വാങ്ങണം. ഏകദേശം 10 മണിക്കൂർ യാത്രയാണുള്ളത്. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും സ്നാക്സ് വാങ്ങണം, എന്നിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ദിർഹംസും ഇവിടുത്തെ കറൻസിയും ഉണ്ട്, അർമേനിയൻ കറൻസി. അത് മാറിയിട്ട് ഡോളർ ആക്കണം, അങ്ങനെ ഒരു പ്ലാൻ കൂടെ ഉണ്ട്. ഇടയ്ക്ക് ഏതെങ്കിലും ഒരു മണി എക്സ്ചേഞ്ചിലും കയറണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം. പക്ഷേ സമയമുണ്ട്, നമുക്ക് 2 മണിക്കാണ് ട്രെയിൻ. ഒരുപാട് സമയം, ആവശ്യത്തിന് സമയമുണ്ട് നമുക്ക്. ഇതാണ് ഡെൽമ ഗാർഡൻ മോൾ. നമ്മുടെ ജനസൈഡ് മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, അധികം ദൂരമൊന്നുമില്ല, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങി സാധനങ്ങളൊക്കെ വാങ്ങാൻ വിചാരിക്കും. ഇതിനകത്ത് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, അതുപോലെ ബാങ്ക്, ATM അതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും ഇവിടെ ഇറങ്ങിയാൽ നടക്കും. എല്ലാം ബ്രാൻഡഡ് ഷോപ്പുകളാണ്, നമ്മുടെ സിറ്റി സെൻ്ററൊക്കെ പോലെ. ഇതിനകത്ത് 1 മണി എക്സ്ചേഞ്ചാണുള്ളത്. അവിടെ പോയപ്പോൾ അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു ബാങ്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബാങ്കിൽ പോയി നോക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് ദിർഹംസ് ഉണ്ട്. ദിർഹംസിനെ ഡോളറിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് പൈസയൊക്കെ മാറ്റി. ഇതിനകത്തൊരു ഗ്രീൻ ലൈഫ് ആണെന്ന് പറയാം, അതിലോട്ട് പോകാം. ഇത് നമ്മുടെ കേരിഫോറൊക്കെ പോലെയുള്ളൊരു മാർക്കറ്റാണ്. കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തു. ട്രെയിനിൽ നമുക്ക് ഫുഡൊന്നും കിട്ടില്ല, അപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ എടുക്കണം. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി, സ്നാക്സ്, ബിസ്ക്കറ്റ്, ഫ്രൂട്ട്സൊക്കെ വാങ്ങി. സമയം 12:30. അപ്പോൾ നമുക്ക് 2 മണിക്കാണ് ട്രെയിൻ. ഇവിടെ ഒരു 10 മിനിറ്റ് മതി ട്രെയിൻ സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ട്, ട്രെയിൻ സ്റ്റേഷൻ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരെ ട്രെയിൻ സ്റ്റേഷനിൽ പോകും. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി. ടൂറിസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഫ്രണ്ടിലൊരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ, റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. പുറത്ത് അത്യാവശ്യം ചൂടുണ്ട്. നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. രാവിലെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്ന തിരക്കിനിടയിൽ ഒരു ബാഗ് എടുക്കാൻ മറന്നുപോയി. അതിവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ വിളിച്ചപ്പോൾ ബാഗ് അവിടെ ഉണ്ടായിരുന്നു. ഹോട്ടലിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്ററോളം ദൂരമുണ്ട് റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ പോയിട്ട് വരികയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. അങ്ങോട്ട് പോകുന്ന സമയത്ത് നല്ല ട്രാഫിക് ഉണ്ടാവുമെന്നാണ് നമ്മുടെ കൂടെ വന്ന ഗൈഡ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പോയി എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ യാൻഡെക്സ് ഗോയുടെ കാർഗോ അയക്കാൻ പറ്റുന്ന ഒരു സർവീസ് യാൻഡെക്സ് ഗോയിൽ അവൈലബിൾ ഉണ്ട്. അതായത് എന്തെങ്കിലും ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യാൻഡെക്സ് ഗോ വഴി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ബുക്ക് ചെയ്തു. 1/2 മണിക്കൂർ സമയമാണ് അവർ കാണിക്കുന്നത്. ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും.
നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു സ്റ്റാച്ചു. അപ്പോൾ ഞാനിത് ആരുടെ സ്റ്റാച്ചു ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ പേര് അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ സസുൻ ദി ഡേവിഡ് സ്റ്റാച്ചു എന്നാണ്. അതായത് അർമേനിയക്കാരുടെ ഒരു നാഷണൽ ഹീറോ ആയിരുന്നു ഈ ഒരു സസുൻ ദി ഡേവിഡ് എന്ന് പറയുന്ന ആൾ. ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ട കുറച്ച് വിവരങ്ങളാണ്. നമ്മുടെ യാരവാൻ റെയിൽവേ സ്റ്റേഷനെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ്. യാരവാനിലെ ഒരു മെയിൻ റെയിൽവേ സ്റ്റേഷനാണ് യാരവാൻ റെയിൽവേ സ്റ്റേഷൻ. ഇതിന് സൗത്ത് കോക്കസസ് റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളൊരു പേരുമുണ്ട്. വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ 1956 സോവിയറ്റ് യൂണിയന്റെ ഭരണകാലത്താണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. അന്ന് USSRന്റെ കീഴിലുള്ള സോവിയറ്റ് യൂണിയന്റെ കീഴിലുള്ള എല്ലാ രാജ്യങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് റെയിൽവേ സർവീസ് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അർമേനിയയിൽ അവരുടെ നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ അർമേനിയയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഈ ഒരു യാരവൻ റെയിൽവേ സ്റ്റേഷൻ. ഈ സോവിയറ്റ് യൂണിയൻ നിർമ്മിതികളുടെ ഒരു പ്രത്യേകത ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. വളരെ വലിപ്പമുള്ള രീതിയിലുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് അവർ നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ പുറത്ത് നോക്കാൻ നല്ല വലിപ്പമുള്ളൊരു ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കഫേകളും റെസ്റ്റോറൻറ്റുകളും റെസ്റ്റ് ഏരിയയും ഒക്കെ ഉണ്ട്. അർമേനിയയിലെ പ്രധാനപ്പെട്ട ടൗണുകളെല്ലാം ഇവിടുന്ന് റെയിൽ സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ ജോർജിയയിലെ ടിബിലിസി അതുപോലെ ബത്തൂമിക്കൊക്കെ ഇവിടുന്ന് ട്രെയിൻ പോകുന്നു. നമ്മളിപ്പോൾ പോകുന്നത് ടിബിലിസിക്കാണ്. ഇതാണ് നമ്മുടെ ട്രെയിൻ. 1:30 ആയപ്പോൾ ട്രെയിൻ വന്നു. 2 മണിക്കാണ് പോകുന്നത്. ഇവിടുന്ന് ആൾക്കാരൊക്കെ കയറി തുടങ്ങി. നമ്മൾ 6ാമത്തെ ബോഗിയിലാണ്. മൊത്തം 14 ബോഗിയുണ്ട്. അതിൽ 6ാമത്തെ ബോഗിയിലാണ് നമ്മൾ. ഈ ബോഗിയിലാണ്, ഈ കാണുന്ന ബോഗിയിലാണ് നമ്മളുള്ളത്. ഇവരാണ് TTR. ടിക്കറ്റ് കൊടുത്ത് പാസ്പോർട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കൂപ്പെ. ഇതാണ് നമ്മുടെ സീറ്റ് നമ്പർ. ഒരു കൂപ്പയ്ക്കകത്ത് 4 സീറ്റാണ്. ബാഗ് തൂക്കിടാനുള്ള ഹാങ്ങറുകളാണ്. പിന്നെ നമുക്ക് ലഗേജൊക്കെ ഉണ്ടെങ്കിൽ താഴെ വയ്ക്കും. ഞാൻ ഓൾറെഡി ലഗേജൊക്കെ താഴെ വെച്ചിട്ടുണ്ട്. 4 പേർക്കുള്ള ചെരുപ്പ്, അതുപോലെ അത് നമ്മുടെ ടോയ്ലറ്റിൽ പോകേണ്ട ചെരുപ്പാണ്. അതുപോലെ ബെഡ്ഷീറ്റുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ വിൻഡോയും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൻ്റെ കോറിഡോർ. ട്രെയിന് നിർത്തിയിട്ടിരിക്കുകയാണ്. 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ട്രെയിൻ മൂവായി തുടങ്ങി. കറക്റ്റ് 2 മണിയായപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. 1:30 ആയപ്പോൾ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ വന്നു. 32 ഡിഗ്രിയാണ് ചൂട്. നല്ല ചൂടുണ്ട്. ഒരു സ്റ്റാർട്ടായതിനു ശേഷമേ AC ഓൺ ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്.
പാടങ്ങളാണ്. ചെറിയ ടോയ്ലറ്റാണ്, കുഴപ്പമില്ല. ഈ ബാത്റൂമിൽ നമുക്ക് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുകയാണ്, പുറത്ത് കാഴ്ചകളുണ്ട്. അരവനിൽ നിന്ന് ടിബിലിസിക്കുള്ള ട്രെയിൻ സമ്മർ ടൈമിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് മിഡ് നൈറ്റ് ആകുമ്പോൾ ടിബിലിസിയിലെത്തും. അതേസമയത്ത് വിൻ്റർ ടൈമിൽ ഇത് വൈകുന്നേരമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് 8:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോഡ വാട്ടർ, 2 മിനറൽ വാട്ടർ, അതുപോലെ 2 സെറ്റ് ബിസ്ക്കറ്റ്, അതായത് ടീ ബാഗ്, കോഫി. 4 മണി കഴിഞ്ഞ് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10 മണിക്കാണ് നമ്മൾ ജോർജിയ എത്തുക. ഏകദേശം 8 മണിയാകുമ്പോൾ ബോർഡർ ക്രോസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ബോർഡറിൽ കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടാവും. നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് പറഞ്ഞുതരാം. ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് 4 ഓപ്ഷനാണ് കിട്ടിയിരുന്നത്. ബേസിക്, അതുപോലെ കംഫർട്ട്, അതുപോലെ അതിനുശേഷമുള്ള ബിസിനസ് ക്ലാസ്, പിന്നെ ഒരു 4th ടോപ്പിലൊരു VIP ക്ലാസ് എന്ന് പറഞ്ഞിട്ട്. ടോപ്പിലുള്ള 2 ക്ലാസ് നമുക്ക് അൺഅവൈലബിൾ എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചത്. കൂപ്പേ ടൈപ്പാണ് ഞാൻ ബുക്ക് ചെയ്തത്, കാരണം AC അതുപോലെ നമുക്ക് ഉറങ്ങാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് AC ഒന്നും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു, പക്ഷേ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ AC ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല തണുപ്പായി, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്രയാണ്. 4 ടിക്കറ്റാണ് ഒരു കൂപ്പയിൽ വരുന്നത്. ഇപ്പോൾ 4 പേര് വരുന്നവർക്കാണെങ്കിൽ വളരെ ഈസിയാണ്. ഒരു കൂപ്പേ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 650 ദിർഹംസായെന്ന് തോന്നുന്നു. ഈ 10 മണിക്കൂർ യാത്രയ്ക്ക് അവർ ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രെയിൻ ഏതോ ഒരു സ്റ്റേഷനിൽ നിർത്തി. ഈ ട്രെയിനിനുള്ളിൽ പുക വലിക്കാൻ പാടില്ല. അപ്പോൾ എനിക്കൊന്ന് ഇവിടെ കുറച്ച് സമയം വെയിറ്റിംഗ് ഉണ്ടാകും. ആൾക്കാരൊക്കെ പുറത്തിറങ്ങിയിട്ട് സിഗരറ്റൊക്കെ വലിക്കുന്നുണ്ട്. വോൾക്കാനിക്സ് റോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അതായത് അഗ്നിപർവ്വത സ്ഫോടനം കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കല്ലുകളുണ്ട്. വെട്ടുകല്ല് പോലെ കട്ട് ചെയ്തെടുത്തിട്ട് ആ കട്ടകളാണ് കെട്ടിടം പണിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനൊരു പ്രത്യേകിച്ച് ഒരു കറുപ്പോ അല്ലെങ്കിൽ ഒരു ചുവന്നത് പോലത്തെ ഒരു കളർ വരുന്നത്. ഇവിടെ പൊതുവേ ലേഡീസും നന്നായിട്ട് സിഗരറ്റൊക്കെ വലിക്കുന്ന ആൾക്കാരാണ്, പ്രത്യേകിച്ച് വയസ്സായ ആൾക്കാർ ലേഡീസും സിഗരറ്റ് വലിക്കുന്നവരാണ്. ട്രെയിൻ പതിയെ സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു സ്റ്റേഷനിൽ ഏകദേശം 10 മിനിറ്റോളം നിർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു സെമിത്തേരിയാണെന്ന് തോന്നുന്നു. കല്ലറയുടെ മേളിൽ ചെറിയൊരു മേൽക്കൂര പോലെ കെട്ടിയിട്ടിട്ടുണ്ട്. ഞാനത് വീഡിയോ എടുത്ത് വരുമ്പോഴത്തേക്കും പാസ് ചെയ്ത് പോയി. ട്രെയിൻ അത്യാവശ്യം സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ട്രെയിൻ ഏതോ ഒരു സ്റ്റോപ്പിൽ നിർത്തി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്താണ് പറഞ്ഞു നിർത്തിയെന്നറിയില്ല. എന്തായാലും 5:30, അതായത് 3.5 മണിക്കൂറായി. ഇനിയും 2.5 മണിക്കൂറോളം ട്രാവൽ ചെയ്താലാണ് നമ്മൾ ബോർഡറിലെത്തുക. ബോർഡറിലെത്തുമ്പോൾ നമുക്ക് UAE വിസ ഉള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് വേറെ ഡോക്യുമെൻ്റ് ഒന്നും വേണ്ട. നമ്മുടെ പാസ്പോർട്ട് വാലിഡിറ്റി മാത്രമാണ് അവിടെ ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ 4 ദിവസത്തെ അർമേനിയൻ ട്രിപ്പിൽ നമ്മൾ കവർ ചെയ്ത സ്ഥലങ്ങൾ, ആദ്യത്തെ ദിവസം നമ്മൾ ആദ്യം പോയത് ഗാർനി ടെമ്പിളാണ്. ഗാർനി ടെമ്പിൾ എന്ന് പറഞ്ഞാൽ 2-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഏറ്റവും പഴക്കം ചെന്ന, നിലവിലുള്ള ഗ്രീക്ക് ജർമ്മൻ നിർമ്മിതികളിൽ ഏറ്റവും പഴക്കം ചെന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അതാണ് ആദ്യം കാണാൻ പോയത്. പിന്നെ അതിനടുത്ത് തന്നെയുള്ള സിംഫണി ഓഫ് സ്റ്റോൺസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഗഗാഡ് മൊണാസ്ട്രിയാണ്. അതും ക്രിസ്തീയ മതവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ 3 സ്ഥലങ്ങളാണ് ആദ്യ ദിവസം കവർ ചെയ്തത്. 2ാമത്തെ ദിവസം പിന്നെ ലേക്ക് സവാൻ, സാക്കത്ത് സോർ, കേബിൾ കാർ, ഓൾഡ് ഡിലിജൻ, ഷറംബാൻ സ്ട്രീറ്റ്, അരവൻ സിറ്റിക്കകത്തുള്ള കുറച്ച് കാഴ്ചകൾ, റിപ്പബ്ലിക് സ്ക്വയർ, ലൂണ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു പാർക്കിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ 3ാമത്തെ ദിവസത്തെ യാത്ര ഹറാരത്ത് മൗണ്ടനിലോട്ടുള്ള, അവിടെ കുരി ലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ലേക്ക് ഉണ്ടായിരുന്നു. ലേക്ക് വരെ പോയി. പിന്നെ പോയ വഴിക്ക് നമ്മൾ കുറച്ച് ആട്ടിടയന്മാരുടെ കൂടെയൊക്കെ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മദർ ഓഫ് അർമേനിയ കണ്ടിട്ടുണ്ടായിരുന്നു. 3ാമത്തെ ദിവസം രാവിലെ നമ്മൾ ആൽഫബറ്റ് മോനുമെൻറ്റും കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ യാത്ര തുടങ്ങുന്ന തന്നെ ഒരു ആപ്പിൾ ഫാം കണ്ടിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. 4ാമത്തെ ദിവസം, അതായത് ഇന്ന് രാവിലെ നമ്മൾ കാസ്കേഡ് കോംപ്ലക്സ് കണ്ടു, അതുപോലെ ജനസൈഡ് മ്യൂസിയം. അതിനുശേഷമാണ് ഇപ്പോൾ യെരവൻ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ജോർജിയയ്ക്ക്
ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് സ്ഥലത്തായിരുന്നാലും പോയി കഴിഞ്ഞു കഴിയുമ്പോൾ ആ യാത്രയുടെ ഒരു കൺക്ലൂഷൻ ഉണ്ടാവും. ഈ അർമേനിയ യാത്ര കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അർമേനിയക്കാർ ചരിത്രത്തിൻ്റെ ആദ്യം മുതൽ ഇന്ന് വരെ നേരിട്ടിട്ടുള്ള കുറേ ദുരന്തങ്ങളുടെയും ആക്രമണങ്ങളുടെയും അധിനിവേശങ്ങളുടെയൊക്കെ ഒരു ചിത്രമാണ്. അർമേനിയ എന്ന് ഞാൻ മുമ്പ് പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും ഇതിനെപ്പറ്റി ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റി. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനിറ്റിയുമായിട്ടുള്ള അർമേനിയയുടെ ബന്ധം. ലോകത്തിൽ ആദ്യമായിട്ട് ക്രിസ്തുമതം സ്വീകരിച്ച രാജ്യം അർമേനിയയാണെന്ന് ഞാനിവിടെ വരാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ റെഫർ ചെയ്യുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത്. ഇതിനു മുമ്പ് അങ്ങനെ ഒരു കാര്യം നമുക്കറിയില്ലായിരുന്നു. പറഞ്ഞതുപോലെ നമ്മൾ യാത്രകൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലങ്ങളുടെ കാര്യങ്ങളൊക്കെ നെറ്റിൽ നോക്കിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ആരോടെങ്കിലും ഇപ്പോൾ ചോദിച്ചിട്ടായിരിക്കും. യാത്രകൾ എപ്പോഴും ചരിത്രത്തിനെ പറ്റിയും അല്ലെങ്കിൽ ഒരു ജനതയെ പറ്റിയിട്ടുള്ള കുറേ വിവരങ്ങൾ നമുക്ക് എപ്പോഴും തരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ ഭരണകാലത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ അർമേനിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നും അവരുടെ കാലത്തുണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച മാത്രമാണ് ശരിക്കും അവിടെ ഉള്ളത്. പക്ഷേ വേറൊരു വിരോധാഭാസം എന്ന് വേണമെങ്കിൽ പറയാനുള്ളൊരു കാര്യം, അർമേനിയക്കാർക്ക് സോവിയറ്റ് യൂണിയനെ എപ്പോഴും അവർക്കത്ര ദഹിച്ചിട്ടില്ല. സോവിയറ്റ് യൂണിയൻ ഭരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രത്തോളം താല്പര്യമില്ലാത്ത ഒരു ഇതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. 1921 സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കുമ്പോൾ അർമേനിയയ്ക്ക് താല്പര്യമില്ലാതിരുന്നിട്ട് സോവിയറ്റ് യൂണിയൻ നിർബന്ധിച്ചിട്ട് അവരെ സോവിയറ്റ് യൂണിയനിൽ ചേർത്തു എന്നാണ് ഇവർ പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എത്രയാണെന്ന് അറിയില്ല, പക്ഷേ അങ്ങനെയാണ് ഇവരിപ്പോഴും വിശ്വസിക്കുന്നത്. ഇവിടെ ഒരു വില്ലേജാണ്, ഒരു കുന്നിൻ്റെ മേളിൽ. ഏതാണ് സ്ഥലമൊന്നും അറിയില്ല. ഇങ്ങനെ ട്രെയിനിൽ പോകുന്ന വഴിക്ക് കാഴ്ചകൾ കണ്ടിങ്ങനെ പോവാണ്. ഇവിടെ എന്തോ ഒരു ഫാക്ടറിയോ എന്താണത്, ഒരു പഴയ ഒരു പവർ ഹൗസ് പോലെ എന്തോ ആണ്. പക്ഷെ ഇപ്പോൾ ഒന്നും വർക്ക് ചെയ്യുന്നില്ല, എല്ലാം തകർന്ന് കിടക്കാണ്. പവർ ഹൗസ് ആയിരുന്നിരിക്കണം, ആ ഒരു ലുക്കാണുള്ളത്. നേരെ സന്ധ്യയായിട്ട് വരുന്നു. ഇപ്പോൾ ഒരു നല്ല തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റിനകത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ സമയം കൊണ്ട് ഇതാ ഈ ഒരു റിവർ, ഈ ഒരു നദി നമ്മുടെ സൈഡിൽ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഇവിടെ ഒരാട്ടിൽ മീൻ പിടിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ റെയിലിനോട് കണക്ട് ചെയ്തിട്ട് ഒരുപാട് വലിപ്പമുള്ള കുറേ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ തകർന്ന് കിടക്കുന്നതാണ്. അപ്പോൾ നെറ്റ്വർക്കുള്ള സ്ഥലമാണെങ്കിൽ ഞാനത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും, ഇതെന്ത് കെട്ടിടമാണ് ഇങ്ങനെ തകർന്ന് കിടക്കുന്നത്. അത് സാധാരണ വലിപ്പത്തിലുള്ളതല്ല, നല്ല വലിപ്പമുള്ള എന്തൊക്കെയോ വലിയ പ്രോജക്റ്റുകളാണ്. മിക്കവാറും ഒക്കെ എനിക്ക് കിട്ടുന്ന ഉത്തരം ഗൂഗിളിൽ നിന്ന് അറിയാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ്റെ കാലഘട്ടത്തിൽ അവരെന്തെങ്കിലും പ്രോജക്റ്റുകളായിട്ട് ബന്ധപ്പെട്ട് ബിൽഡിങ്ങുകളാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാതെ ഇങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് ഈ സോവിയറ്റ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് വിക്കിപീഡിയൊക്കെ പറയുന്നത്. വന്ന് വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അവർ ചെയ്തിട്ട് പോയ കാര്യങ്ങൾ ഇപ്പോൾ ഇവർ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഇങ്ങനെ കെട്ടിടങ്ങളൊക്കെ വെറുതെ നശിച്ചു പോകുന്നത്. ഈ യാത്രയിൽ തുടക്കം മുതൽ ഈ റെയിൽ യാത്രയിൽ ഓരോ ഒരു 5 കിലോമീറ്ററിലും 10 കിലോമീറ്ററിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തകർന്ന് കിടക്കുന്നത് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ 7:30 സമയമൊന്നും സന്ധ്യയായിട്ടില്ല, ഇതുവരെ വെട്ടം പോയിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ബോർഡർ എത്തുമെന്നാണ് തോന്നുന്നത്. നെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ല. ഇത് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ എത്രയോ ഫാക്ടറികളാണ് റെയിൽവേയുടെ സൈഡിൽ മാത്രം പൂട്ടിയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്താണ്, ഇപ്പോൾ 7:30 ആയി. ഏകദേശം 5.5 മണിക്കൂറിൽ എത്രയോ ബിൽഡിങ്ങുകൾ ഇങ്ങനെ വെറുതെ കിടന്ന് നശിച്ചു പോകുന്ന നമ്മളിപ്പോൾ കണ്ടു. ഞാൻ ഇടയ്ക്ക് പ്രത്യേകിച്ചൊന്നും ഷൂട്ട് ചെയ്യാത്ത ഒരേ കാഴ്ചകളായിരുന്നു, സെയിം റിപ്പീറ്റ് ആയിട്ടുള്ള കാഴ്ചകളാണ്. കുറച്ച് മലകൾ, പിന്നെ ചെറിയൊരു ഗ്രാമം, കുറച്ച് കൃഷി, പിന്നെയും മലകൾ, ഗ്രാമം, കൃഷി, ഇതിങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പിന്നെ പ്രത്യേകിച്ചൊന്നും ഷൂട്ട് ചെയ്യാത്തത്. പിന്നെ നമുക്ക് സ്ഥലം ഏതാണെന്ന് പറയാനും അറിയില്ല. പിന്നെ എഴുതി വെച്ചിരിക്കുന്നത് അർമേനിയൻ ഭാഷയിൽ മാത്രം, ഇംഗ്ലീഷിലൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാഴ്ചകൾ കണ്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഏതോ ഒരു ടൗൺ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ശേഷം ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ വരാൻ താല്പര്യമുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വിസയുടെ
വാലിഡിറ്റി എത്ര ദിവസമാണ്. നമുക്ക് ഓൺലൈൻ വിസ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ 90 ദിവസമാണ് അതിൻ്റെ വാലിഡിറ്റി. 90 ദിവസത്തിനുള്ളിൽ നമ്മൾ ട്രാവൽ ചെയ്തില്ലെങ്കിൽ അത് ക്യാൻസൽ ആയി. അതുപോലെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 21 ദിവസമാണ് നമുക്ക് വിസയുടെ വാലിഡിറ്റി ഉള്ളത്. 21 ദിവസം നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. പിന്നെ സിം കാർഡിൻ്റെ കാര്യം കൂടെ ഞാൻ പറയാം. സിം കാർഡ് ഞാൻ ഇവിടെ വന്നിട്ട് യൂസ് ചെയ്ത കമ്പനിയുടെ പേര് പറഞ്ഞു, ഞാനത് താഴെ എഴുതി കാണിക്കാം. ആ സിം കാർഡിന് നമുക്ക് 5000 ഡ്രാം, അതായത് ഏകദേശം 50 ദിറംസ് ആണ് എയർപോർട്ടിൽ ചാർജ് ചെയ്തത്. കോളിംഗ് ശരിക്കും അതിലില്ലായിരുന്നു. ഡാറ്റ പാക്കേജാണ്. ഡാറ്റ ഇന്ന് 4 ദിവസമായിട്ട് അത്യാവശ്യം നന്നായിട്ട് ഞാൻ യൂസ് ചെയ്തതാണ്. പക്ഷേ ഡാറ്റ ഇതുവരെ തീർന്നിട്ടില്ല. പക്ഷേ കോളിംഗ് എനിക്ക് തോന്നുന്നു വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇൻ്റർനാഷണൽ നമുക്ക് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ പൈസ ഇട്ടാൽ മതി. അത് റോഡിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് ഈ വെൻഡിങ് മെഷീൻ ടൈപ്പിലുള്ള മെഷീൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഷോപ്പിൽ പറഞ്ഞാൽ ചെയ്തു തരും. ഇവിടെ ഉള്ള 90% ആൾക്കാർക്കും ഇംഗ്ലീഷ് അറിയാത്തവരാണ്. അവർക്ക് അർമേനിയൻ ഭാഷ അല്ലാതെ വേറൊന്നും അറിയാത്ത ആൾക്കാരാണ്. ടൗണിൽ എവിടെ പോയാലും ഷോപ്പിലൊക്കെ പോയാലും ഇത് തന്നെയാണ് അവസ്ഥ. ഇവിടെ വരുമ്പോൾ ഡാറ്റ എന്തായാലും മസ്റ്റാണ്. കാരണം ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ സഹായം ഇല്ലാതെ പറ്റില്ല. അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഏതെങ്കിലും അർമേനിയൻ ഭാഷ സംസാരിക്കുന്ന ആരെങ്കിലും എപ്പോഴും ഉണ്ടാവണം. വളരെയധികം ഉപകാരപ്പെടാവുന്ന ഒരു സംഭവമാണ് യാൻഡെക്സ് ഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ്. നമുക്ക് ടാക്സി ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഊബർ ടൈപ്പിലുള്ള ഒരു സംഭവമാണ് യാൻഡെക്സ് ഗോ. ആ ആപ്പ് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് ടാക്സി ബുക്ക് ചെയ്യാനാണെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യാനാണെങ്കിലും ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സൊക്കെ ഒരുപാടുണ്ട്. ഒരു ദിവസം ഞാൻ ഇന്ത്യൻ മഹക്ക് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അർമേനിയ ബോർഡർ എത്താറായി. നമ്മുടെ TTR വന്നിട്ട് റെഡിയാവാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇതിനുള്ളിൽ തന്നെ ഇരുന്നാൽ മതി. പാസ്പോർട്ടും ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ എടുത്ത് വെച്ചിട്ട് റെഡി ആയിട്ടിരിക്കാൻ പറഞ്ഞു. അവർ വന്നിട്ട് എക്സിറ്റ് അടിച്ചു തരും. ജോർജിയൻ ബോർഡറിൽ എത്തുമ്പോൾ നമ്മൾ ഇറങ്ങി പുറത്ത് പോകണം. അങ്ങനെ എക്സിറ്റ് കഴിഞ്ഞു. ഇവിടെ നിർത്തി കഴിഞ്ഞപ്പോൾ ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് അവർ ഒരു ചെറിയൊരു ഡിവൈസും കൊണ്ടുവന്നു. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ അവർ എക്സിറ്റ് അടിച്ചു തന്നു. അവർ ആകെ ചോദിച്ചത് നമ്മുടെ ഈ വിസയുടെ കോപ്പി ചോദിച്ചു, പാസ്പോർട്ട് നോക്കി. ഒരു ഡിവൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ ലാപ്ടോപ്പ് പോലത്തെ ഒരു സാധനം. അതിനകത്ത് ഒരു ചെക്ക് ചെയ്തിട്ട് എക്സിറ്റ് അടിച്ചു തന്നു. ഇതാണ് നമ്മൾ എൻട്രി ആയപ്പോൾ അടിച്ച വിസ. അതിൽ ഫ്ലൈറ്റിൻ്റെ പടമുണ്ട്. ഇതാണ് എക്സിറ്റ്. ഇതിൽ ട്രെയിനിൻ്റെ പടമാണ്. ട്രെയിനിൽ നമ്മൾ എക്സിറ്റ് ആയതുകൊണ്ടാണ് ട്രെയിനിൻ്റെ പടം വന്നത്. ഇപ്പോൾ ഫ്ലൈറ്റിലാണ് പോയതെങ്കിൽ ഇവിടെ ഫ്ലൈറ്റിൻ്റെ പടം ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ അർമേനിയയിലെ കാഴ്ചകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അർമേനിയയിലെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളപ്പോൾ ഇനി ഒരു വിൻ്റർ സീസണിൽ വരണമെന്നുണ്ട്. എപ്പോൾ വരാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ ഈ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ കണ്ടിട്ട് അർമേനിയയിൽ വരാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിരിക്കാം, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കഴിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ് സഹായിക്കാം. നമ്മളിപ്പോൾ ഇവിടെ നേരെ ഇനി ജോർജിയക്കാണ് പോകുന്നത്. അപ്പോൾ ജോർജിയ വേറൊരു സീരീസ് ആയിട്ടാണ്, ജോർജിയൻ സീരീസ് ആയിട്ടാണ് വരുന്നത്. ആ സീരീസിലെ വീഡിയോ ആയിട്ട് കാണാം. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ബൈ ബൈ.